നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ചില ഹണിമൂൺ ടിപ്പുകളാണ്. അതിലാദ്യമായുള്ള ടിപ്പായി പുരുഷന്റെ ലൈംഗിക അവയവങ്ങളെ തന്നെ എടുക്കാം. അതെ, പുരുഷ ലൈംഗിക അവയവങ്ങൾ ശരീരത്തിന് പുറത്തേക്ക് കാണാവുന്നതാണല്ലോ. പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ മറ്റു ഭാഗങ്ങൾ ശരീരത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്പോഞ്ച് പോലെയുള്ള കലകളാണ് ലിംഗത്തിലുള്ളത്. ഈ കലകളിലേക്ക് രക്തം ഇരച്ചു കയറുമ്പോൾ ഉദ്ധാരണം സംഭവിക്കുന്നു. ലിംഗത്തിന്റെ അഗ്രഭാഗത്താണ് സ്പർശനശേഷി കൂടുതലുള്ളത്. ലിംഗത്തെ മൂടിക്കൊണ്ട് അഗ്രചർമ്മം ഉണ്ടാകും. അഗ്രചർമ്മം പിന്നോട്ട് നീങ്ങാത്തത് ലൈംഗിക ബന്ധത്തെ ദുഷ്കരമാക്കുന്ന ഒരു കാര്യമാണ്. ലിംഗവലിപ്പമോ നീളമോ ലൈംഗികതയെ സ്വാധീനിക്കില്ല. മാത്രവുമല്ല, ലിംഗത്തിന്റെ താഴെയാണ് വൃഷ്ണസഞ്ചി. ഇതിൽ വൃഷ്ണം കാണപ്പെടുന്നു. ബീജോത്പാദനമാണ് വൃഷ്ണങ്ങളുടെ പ്രധാന ധർമ്മം. ഒപ്പം ഇത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. രണ്ട് വൃഷ്ണങ്ങൾക്കും ഒരു വലിപ്പമായിരിക്കും. എന്നാൽ ഒന്ന് മറ്റതിനെ അപേക്ഷിച്ച് താഴേക്ക് കൂടുതലായി താഴ്ന്നു കിടക്കുന്നതായി കാണപ്പെടാറുണ്ട്. സ്ഖലന സമയത്ത് ബീജങ്ങൾ ശുക്ലത്തിലൂടെ പുറത്തു വരുന്നത് മൂത്രം പുറത്തു പോകുന്ന മൂത്രനാളിലൂടെ തന്നെയാണ്. അപ്പോൾ ഇതാണ് പുരുഷന്റെ ലൈംഗിക അവയവത്തിന്റെ കാര്യങ്ങൾ. ഇനി അവനിലെ ലൈംഗിക പ്രതികരണങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദീപനത്തിലൂടെയാണ് അവനിലെ ലൈംഗിക പ്രക്രിയ ആരംഭിക്കുക. അവളുടെ ശരീരം, ഗന്ധം, സ്പർശനം എന്നിവ അവനെ ഉണർത്തും. മനുഷ്യ ലൈംഗിക പ്രതികരണങ്ങളിൽ പുരുഷനിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ലിംഗത്തിന്റെ ഉദ്ധാരണമാണ്. ലൈംഗിക ഉണർവിനെ തുടർന്ന് പുരുഷനിൽ വൃഷ്ണസഞ്ചി ചുരുങ്ങുകയും അതിലെ ചർമ്മത്തിന് കട്ടി കൂടുകയും ചെയ്യും. പുരുഷനിലെ ലൈംഗിക ഉണർവ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലിംഗാകൃതിയിലെ ഗ്രന്ഥിയിൽ നിന്നും ഏതാനും തുള്ളി സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടും. തുടർന്ന് ലിംഗം യോനിയിലേക്ക് പ്രവേശിച്ചുള്ള ചലനങ്ങളെ തുടർന്ന് അവനിൽ രതിമൂർച്ച സംഭവിക്കും. ഇനി അവളിലെ ലൈംഗിക പ്രതികരണങ്ങളെ കുറിച്ച് നോക്കാം. ലൈംഗിക വികാര തീക്ഷ്ണതയിൽ യോനിയിൽ നനവുണ്ടാകും. യോനീധളങ്ങൾ വികസിക്കുകയും ഭഗശിഷ്ണികയും തടിപ്പുണ്ടാവുകയും ചെയ്യുന്നു. അവ വികസിക്കുകയും ഉദ്ധാരണത്തിന് സമാനമായ അവസ്ഥയുണ്ടാവുകയും ചെയ്യുന്നു. ചിലപ്പോൾ യോനിധളങ്ങൾ കറുക്കുകയും ചെയ്യും. വികാര തീവ്രതയിൽ സ്തനങ്ങൾ അല്പം വികസിക്കുകയും സ്തനഞെട്ടുകൾ പുറത്തേക്ക് തള്ളിവരികയും ചെയ്യും. ഇതാണ് സ്ത്രീയിൽ സംഭവിക്കുന്നത്. ഇനി അടുത്തതായി ആമുഖലീലകളുടെ പ്രസക്തിയെക്കുറിച്ച് കൂടി നോക്കാം. ലൈംഗികതയിലുള്ള ഇടപെടലുകളിൽ ധൃതി കാട്ടുന്നവരുണ്ട്. നേരിട്ട് കാര്യത്തിലേക്ക് കടക്കുന്ന ഏർപ്പാട് തൽക്കാലം മാറ്റിവെക്കുന്നതാണ് നല്ലത്. ക്ഷമാപൂർവം പങ്കാളിയുടെ ശരീരത്തിന്റെ പ്രത്യേകതകളെ അറിയുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ട് പതിയെ വേണം ലൈംഗിക ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ. ഇതാണ് രതിപൂർവ കേളികൾ അഥവാ ഫോർപ്ലേ. ലൈംഗികാസക്തിയുടെ ഉച്ചസ്ഥായിയിൽ പങ്കാളികൾ തമ്മിൽ നടക്കുന്ന ശരീരങ്ങളുടെയും മനസ്സിന്റെയും പരസ്പരം സന്തോഷിപ്പിക്കലാണിത്. ഇതിൽ ചുംബനവും ആലിംഗനവും ലാളനകളും എല്ലാം ഉണ്ടാകും. രതിക്കായി രണ്ടു ശരീരവും സജ്ജമാക്കുന്നതിൽ ആമുഖലീലകൾക്കുള്ള പങ്ക് വലുതാണ്. പങ്കാളികളിൽ ആമുഖലീലകൾ പലപ്പോഴും വ്യക്തിഗതമായി വ്യത്യാസപ്പെടാം. നെക്കിംഗ്, പെറ്റിംഗ് തുടങ്ങിയ രീതികൾ പാശ്ചാത്യർ ശീലിക്കാറുണ്ട്. നെക്കിങ്ങിൽ ശരീരം കൊണ്ട് പങ്കാളിയുടെ ശരീരത്തെ ആകമാനം ഉദ്ദീപിക്കുകയും മുഖത്തും കഴുത്തിലും മാത്രം ചുംബനം നൽകുകയും ചെയ്യുന്നു. പെറ്റിങ്ങിൽ ശരീരത്തിലെ വികാര ഉത്തേജന കേന്ദ്രങ്ങളെ ചുംബനം കൊണ്ട് തഴുകൽ കൊണ്ടും ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രതിപൂർവ കേളികളിൽ ലിംഗയോനി സംയോഗം ഒഴികെയുള്ള ലൈംഗിക ആസ്വാദനങ്ങൾ നടക്കുന്നു. ഇതുവഴി യോനിയിൽ ലിംഗപ്രവേശനത്തിന് ആവശ്യമായ സ്രവങ്ങൾ ഉൽപ്പാദിക്കപ്പെടുകയും സ്ത്രീക്കും പുരുഷനും ലൈംഗിക വേദനയില്ലാതെ സുഖകരമായ അനുഭൂതിയായി മാറുകയും ചെയ്യുന്നു. മറ്റു മാർഗങ്ങളാൽ രതിമൂർച്ചയിലേക്ക് കടക്കുന്ന രീതിയാണ് ഹെവി പെറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഇതുപോലെ ഇനിയും ഹണിമൂൺ ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.